Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് ഞാൻ വീണ്ടും ടെക് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. അതേപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം ടെക് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ഷിയോമിയുടെ സൈഡിൽ നിന്നാണ്. അതായത് ഷിയോമിയുടെ 15 15 പ്രോ സീരീസിനും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 14 സീരീസിനും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുള്ള കാര്യങ്ങൾ അറിയാം. എന്നാൽ ഇപ്രാവശ്യം ഷിയോമി 15 15 പ്രോനും വലിയൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അതും അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ വെച്ചിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അൾട്രാസോണിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേർപ്പ് ഇത്തിരി ചെളി ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഫോണ് അൺലോക്ക് ചെയ്യാനൊരു ഓപ്ഷനാണ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ. പക്ഷേ മറ്റേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫിംഗർ നെക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഇടും. ആ ലൈറ്റ് പോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ വർക്ക് ചെയ്യുക. പക്ഷേ ഇച്ചിരി ഡിലേ ആണ് കമ്പാരിറ്റീവ്ലി ടു അൾട്രാസോണിക്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഷിയോമിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും നമ്മുടെ ഷിയോമിൻ്റെ 15 15 പ്രോ സീരീസിലും എന്തായാലും കൊണ്ടുവന്നിരിക്കും. അത് ഷിയോമിയുടെ ഒരു സൈഡിൽ നിന്ന് വരുന്ന ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ടെക് ന്യൂസിലേക്ക് കിടക്കാല്ലേ. നമ്മുടെ ടിം കുക്ക് കണ്ണൻ്റെ ആപ്പിൾ ഭയങ്കര $5 ട്രില്യൺ ഉള്ള വലിയ കമ്പനിയാണ്. ആ കമ്പനി അതാ ഒരു പുതിയൊരു ഫോൺ ഉണ്ടാക്കാൻ പോകണം. ഐഫോണിൻ്റെ 16 പ്രോ മാക്സ് അടുത്ത മാസം വരാൻ പോകുന്നുണ്ട്. 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. പിന്നെ സ്ക്രീൻ സൈസൊക്കെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. 6.9 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ്, 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. ഏറ്റവും വലിയൊരു പുതുമ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൽ ഒരു പുതിയൊരു കളറും കൂടെ ഇറക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അതായത് ബ്രൗൺ കളറേ. അതാണ് ഏറ്റവും വലിയൊരു പുതുമ ഉള്ളത്. പിന്നെ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 2 കുട്ടികൾക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ്. കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ 16ഉം 16 പ്ലസും കുട്ടികളാണ്. പിന്നെ സ്ക്രീൻ സൈസും കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഐഫോണിൻ്റെ 16 പ്രോന് 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ഐഫോൺ 16 പ്ലസിന് 6.7 ഇഞ്ച് ഡിസ്പ്ലേയും പിന്നെ വെറും ഐഫോൺ 16 മാത്രം 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ കുറേ അനാവശ്യ മണ്ടന്മാരിട്ട് വന്നിട്ട് ചോദിക്കും ചെറിയ സ്ക്രീൻ സൈസിൽ കിട്ടുമോ എന്നുള്ളത്. ആപ്പിൾ ഇപ്പോൾ അത് ആൾക്കാരെ വീണ്ടും പറ്റിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വലിയ വലിയ സ്ക്രീനുകളൊക്കെ വെച്ചിട്ട് ഇനി ആപ്പിൾ ഇറക്കാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം എല്ലാവരും പോകും. എന്താ ഉണ്ണി ചെയ്യുക? അപ്പം ഞാനിതൊരു വലിയൊരു ഡിസ്കഷന് നമ്മുടെ അവിടെ ഒരു ഓപ്പണിൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, സഫീറിനായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാനും സഫീറും ഇതിനെക്കുറിച്ചിട്ടൊരു വലിയൊരു വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. ആപ്പിൾ അതാ അടുത്തിറക്കാൻ പോകുന്നതൊക്കെ വലിയ വലിയ സ്ക്രീനുകളൊക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിലവാരത്തിലേക്കാണ് ഇപ്പോൾ ആപ്പിൾ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ ഫോണുകളും ഉണ്ണികളെ കുട്ടികളെ ഒക്കെ വലിയ സ്ക്രീൻ സൈസ് വെച്ചിട്ടായിരിക്കും ഇറക്കുക. അപ്പം എല്ലാവരും ആ ഒരു സ്ക്രീൻ സൈസ് അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ആപ്പിൾ പോകുന്നത്. ദേ ഡസ് ഇറ്റ് ബെറ്റർ എന്നാലാണ് വേറെ എന്താ ഇപ്പം പറയാറുണ്ട്. ആപ്പിൾ ടീം കുക്കണ്ണ, യു ആർ ദ ബെസ്റ്റ് മാൻ. പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിനാണ് ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അതായത് യൂറോപ്യൻ യൂണിയന് ഒരു പുതിയൊരു നിയമം കൊടുത്തിട്ടുണ്ട് ആപ്പിൾ. അതായത് യൂറോപ്പിൻ്റെ പുറത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, എല്ലാ രാജ്യമല്ല ഏകദേശം രാജ്യങ്ങളിലും ഇനി NFC കൊണ്ടുവരണം എന്നുള്ളത്. NFC മാത്രമല്ല, ഇനി തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും സപ്പോർട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് അപ്ഡേറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ iOSൻ്റെ 18.1 അപ്ഡേറ്റിൽ NFC തേർഡ് പാർട്ടി പേയ്മെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞവരോട് നിങ്ങൾ NFC പേയ്മെൻറ്റ്
കൊടുന്നേ പറ്റൂ. അത് ഏത് തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും അത്രയും നല്ലൊരു കാര്യമാണ്. ഞാൻ ഇന്ത്യയിൽ ഇവിടെ എന്താണ് 2023-ലോ 2022-ലോ പോയ സമയത്ത് എന്തോ മറ്റേ ലുലു മോളിൽ, നമ്മളെ എടപ്പള്ളിയിലുള്ള ലുലു മോളിൽ പോയപ്പോൾ അവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് എന്തോ ഒരു ഭക്ഷണമൊക്കെ മേടിച്ച് അവിടെ മറ്റേ പേയ്മെൻറ്റ് ചെയ്യാൻ നിന്നതാണ്. അയാൾ ചെയ്ത പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NFC പേയ്മെൻ്റ് അല്ല ചെയ്തത്, അയാൾ ഗൂഗിൾ പേ വെച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടുത്തെ ക്യാഷിയറിൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് നാടാണ് നമ്മുടെ നാട് എന്നുള്ളത്. കാരണം ഇത്രയും ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു നാടിന് NFC പേയ്മെൻ്റ് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ 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 ശോകം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ചു നേരം ചിരിച്ചുപോയി. ഇത്രയും വലിയ ടെക്നോളജി ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും അവർ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആണ്. വെറും സാംസങ് പേ മാത്രമേ ഇന്ത്യയിൽ സപ്പോർട്ടുള്ളൂ. അപ്പം നിലവിൽ എന്താണെന്നുള്ളൊരവസ്ഥ അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ യൂസേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇനി ഈ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞ ഈ നിയമം ഇത് ഇന്ത്യയിലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു നിലപാട്. ഇത് കൊടുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പിളെ മോതൊക്കെ ഒന്ന് കാർക്കിച്ച് തുപ്പേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങേണ്ടതായിട്ട് മാറേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വിവോ ഈ മാസം ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അവരുടെ അൾട്ടിമേറ്റ് ജയൻറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഈ മാസം വരാൻ പോകുന്നത്. വിവോൻ്റെ X200 Pro എന്ന് പറയുന്ന സീരീസ് ആണ് ഇറക്കാൻ പോകുന്നത്. അതും 50 മെഗാ പിക്സലിൻ്റെ പുതിയ സോണി സെൻസറാണ് ഇറക്കുന്നത്. 20 മില്ലിമീറ്ററിൻ്റെ പ്രോസസ്സറൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ക്യാമറ ഇറക്കാൻ പോകുന്നത്. അവർ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9300 എന്ന് പറയുന്ന പ്രോസസ്സർ, അല്ലെങ്കിൽ ഡിമെൻസിറ്റിൻ്റെ 9400 പ്രോസസ്സറൊക്കെ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് പറയണത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, പിന്നെ 6.7-ൻ്റെ OLED ഡിസ്പ്ലേ ആണ്. അതും 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണത് അവരുടെ ക്യാമറ ഒക്കെ സൈസ് വെച്ചിട്ടാണ്. പിന്നെ സൈസിൻ്റെ ഒരുപാട് ഫിൽറ്റേഴ്സുകൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ X200 Proൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ പോർട്രേറ്റ് ക്യാമറയാണ്, അത് വേറൊരു കാര്യം. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്രേറ്റാണ് വിവോൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ എനിക്ക് യാതൊരു രീതിയിൽ അതിനോടൊരു താല്പര്യമില്ല. പക്ഷേ അവരുടെ റെയർ ക്യാമറ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ X200 Proൻ്റെ കാര്യത്തിലാണ്, അല്ലാണ്ട് അവരുടെ V40 സീരീസിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. X200 Proൻ്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ അവരുടെ റെയർ ക്യാമറയും ആ റെയർ ക്യാമറയുടെ ഫിൽറ്റേഴ്സ് ഉണ്ട്, സൈസ് ഒക്കെ വെച്ചിട്ടുള്ള, അതൊരു സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. പിന്നെ ഇത് OLED ഡിസ്പ്ലേ ആണ്. പിന്നെ 6000 mAh ബാറ്ററി ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറക്കുക. പിന്നെ ചാർജിങ് സ്പീഡിൽ ചിലപ്പോൾ ഒരു കൂട്ടാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ 80 വാട്ട്സ് അല്ലെങ്കിൽ 100 വാട്ട്സിലേക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിഡിൽ ഈസ്റ്റിലേക്ക് ഇറങ്ങില്ല എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. പക്ഷേ ഇന്ത്യൻ റീജിയനിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ റീജിയനിലും ഈ ഒരു സാധനം, അതായത് X200 Pro ഇറങ്ങാൻ 98%ഓളം ഉറപ്പായിട്ട് ഇറങ്ങും. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ യാതൊരു രീതിയിലും ഇത് ഇറങ്ങാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു നിഗമനം, എൻ്റെ ഒരു പ്രതീക്ഷ. ക്വാൽകോമിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാൽകോം ഈ മാസം ഒരു പുതിയൊരു ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അതും സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റാണ് ഇറക്കുന്നത്. 4 nm ചിപ്പ് സെറ്റ് വിത്ത് 5G നെറ്റ്വർക്കാണ് ഇറക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ആദ്യം പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം UFS സിസ്റ്റമാണ്. UFS സിസ്റ്റത്തിൽ ഇച്ചിരി അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 3.1 സിസ്റ്റം വെച്ചിട്ടാണ് ഇത് ഇറക്കിയത്. അപ്പോൾ ഇച്ചിരി ഫാസ്റ്റാണ്. 2.2നെ കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ ഒരു 20-30%ഓളം കമ്പാരിറ്റീവ്ലി ഫാസ്റ്റാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചിപ്പ് സെറ്റ് അത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം. പിന്നെ ക്ലോക്കിംഗ് സ്പീഡ് 2.5 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ്. 4 nm ചിപ്പ് സെറ്റ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU-ൽ നമുക്ക് 20%-ൻ്റെ പെർഫോമൻസ് കിട്ടും. GPU-ൽ ഒരു 40%-ൻ്റെ പെർഫോമൻസ് കിട്ടും. AI-ൻ്റെ പെർഫോമൻസ് ഒരു 40%-ആണ് ഈ ഒരു ചിപ്പ് സെറ്റ് കൊടുക്കാൻ നിൽക്കുന്നത്. അതുമാത്രമല്ല 4K നമുക്കൊരു 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ പറ്റും എന്നാണ് സ്നാപ്ഡ്രാഗൺ അവകാശപ്പെടുന്നത്. ഈ സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്. അപ്പോൾ ഇത് ആദ്യം ഇവർ ഇറക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഷോമിയിൽ ഇറക്കും എന്നാണ് പറയണത്. പക്ഷേ
ഞാൻ ഇന്ന് അറിയാണ്ടൊന്ന് മോട്ടറോയുടെ സൈഡിലേക്കൊന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അവരുടെ H15 Neoന് സ്നാപ്ഡ്രാഗൺ 7S Gen 3 ചിപ്സെറ്റാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫോൾസ് റൂമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഷിയോമി ഇറക്കുന്നതിന് മുന്നേ തന്നെ മോട്ടറോയുടെ H15 Neo ഈ റീജിയനിൽ അവർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കണ്ട ഒരു കാര്യം. അപ്പോൾ അതെനിക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാനത് ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും അത് ഷിയോമിയിൽ ഇറങ്ങും, പിന്നെ റിയൽമിയിൽ ഇറങ്ങും, പിന്നെ അത് സാംസങ്ങിൽ ഇറങ്ങും, പിന്നെ ബാക്കിയുള്ള എല്ലാ കമ്പനിക്കാരും അത് പതുക്കെ എല്ലാവരും ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണം എന്ന് തോന്നി. പിന്നെ പുതിയൊരു അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക് ജയൻ്റായ സാംസങ് ഇനി സർക്കിൾ ടു സെർച്ച് ഏത് പാട്ടാണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് അവിടെ നമ്മൾ പോയിട്ട് സർക്കിൾ ടു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് AI സെർച്ച് ചെയ്തിട്ട് ആ പാട്ട് നമുക്ക് കണ്ടുപിടിച്ച് തരും എന്നാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് S സീരീസിൽ ആദ്യം ഇറങ്ങും, പിന്നെ Z Fold സീരീസ് ഫ്ലിപ്പിലും ഫോൾഡിലും ഒക്കെ ഇറങ്ങും, അതിനുശേഷം A സീരീസിലും ഇതിറങ്ങും. ഇത് സത്യത്തിൽ ഷസാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പൂട്ടിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ സാംസങ് ഈ ഒരു പുറപ്പാട് ചെയ്തിരിക്കുന്നത്. ഇത് സാംസങ്ങിൻ്റെ ഫോൺസിലും മാത്രമേ ഈ ഒരു സർക്കിൾ ടു സെർച്ച് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഗൂഗിളുടെ പിക്സൽ സീരീസിലും ഈ സർക്കിൾ ടു സെർച്ച് വർക്ക് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള ആൻഡ്രോയിഡ് കമ്പനിക്കാർക്കൊന്നും ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഈ 2 പേർക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരിങ്ങനെ സ്വാഹ ആയിട്ട് അവിടെ ഇരുന്നാൽ മതി. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി S25 Ultra അല്ല, അതിൻ്റെ ബെസൽസ് ഒക്കെ ഭയങ്കര തിന്നാക്കാൻ പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ വിഡ്ത്തും ഇച്ചിരി കൂട്ടാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത് കേട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ ഇപ്പോൾ വലിയൊരു സ്ക്രീൻ സൈസ് ഇറക്കിയ സ്ഥിതിക്ക് സാംസങ്ങും ഇറക്കുമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു അത് ഇനി സ്ക്രീൻ സൈസ് വരുമ്പോൾ സാംസങ്ങിൻ്റെ S25 Ultra'ക്ക് 6.8 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസും പിന്നെ വിഡ്ത്ത് 73 മില്ലിമീറ്ററിൻ്റെ വിഡ്ത്ത് ആയിരിക്കും ഇറക്കുന്നത്. നേരത്തെ സാംസങ്ങിൻ്റെ S24 Ultra'ക്കും അതേപോലെ S23 Ultra'ക്കും എഡ്ജൊക്കെ കൂടിയുണ്ട്, എഡ്ജും കാര്യങ്ങളൊക്കെ കൂടിയുണ്ട്. പിടിക്കാനൊരു സുഖം കിട്ടുന്നില്ല. ഫോണ് ഭയങ്കര വെയിറ്റാണ്. അത് വേറൊരു കാര്യം, ടൈറ്റാനിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫോണിൻ്റെ വെയിറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ കയ്യൊക്കെ ഉൾക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ആപ്പിളും. അവരുടെ 14 Ultra'യും സാംസങ്ങിൻ്റെ അല്ല ആപ്പിളിൻ്റെ 14 Pro Maxഉം 15 Pro Max ഒക്കെ വെയിറ്റ് ഉണ്ട്. ഒരു 1% വെയിറ്റ് ഒക്കെ കുറവാണെന്നൊക്കെ അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ അവകാശമൊക്കെ ഒരു മഹാപൊള്ളാണ്. അമ്മാതിരി ബടായികളാണ് ഈ 2 കമ്പനിക്കാരും പറയുന്നത്. എനിക്ക് പറയാനുള്ളത് സാംസങ്ങിനോട് S25 Ultra നിങ്ങൾ ഇറക്കുമ്പോൾ ഇച്ചിരി വെയിറ്റ് കുറച്ചിട്ടെങ്കിലും ഫോൺ ഇറക്കുക. ഇത്രയും എന്താ പറയുക, ഒരു ബീഫി ആയിട്ടും അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ഭയങ്കര ബീഫി ആയിട്ട് കൊടുത്തിട്ട് ഇറക്കല്ലേ പ്ലീസ്. നിങ്ങൾ സ്ക്രീൻ സൈസ് ഇപ്പോൾ 6.8 ആക്കിയതിൽ വലിയൊരു പുതുമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 73 മില്ലിമീറ്ററിൻ്റെ വിഡ്ത്ത് ബെസലെസ് ആക്കിയതിൽ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇനി ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം സാംസങ് ഇപ്പോഴും പഴയ പോലെ തന്നെ, ആപ്പിൾ അതിനെക്കാട്ടും ഷോക്കാണ്, സാംസങ് എന്നാൽ അതിലും ഭേദമാണ്. 45 വാട്ട്സാണ് ഇറക്കുന്നതാണെന്ന് സ്ഥിരം. ചിലപ്പോൾ അത് സ്ഥിരമായിരിക്കും. കാരണം സാംസങ്ങിനും ആപ്പിളിനും ചാർജർ ഇല്ലല്ലോ, ഒരു കേബിൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കും. പിന്നെ അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അപ് ടു 45 വരെയാണ് സപ്പോർട്ട് ചെയ്യാമെന്നാണ് അവർ പറയണത്. ഇപ്രാവശ്യമെങ്കിലും പ്ലീസ് ഒരു 65 വാട്ട്സെങ്കിലും ആക്ക് S25 Ultra'ക്ക്. കാരണം ആ 5000 mAh ബാറ്ററിയാണ്, അതും ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ വെച്ച് ഇറക്കുമ്പോൾ ബാറ്ററി എങ്കിലും മിനിമം ഇച്ചിരിയെങ്കിലും ആ ചാർജറിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കും. 65 വാട്ട്സെങ്കിലും വർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ആരോട് ഇവരെന്ത് കളിക്കാനായി 2 കമ്പനിക്കാർ? നമ്മൾ വായിട്ടിട്ട് ചിലക്കാം, ഇവറ്റിങ്ങൾക്ക് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് കുറേ മണ്ടന്മാർ അതിൻ്റെ പിന്നിൽ ഓടിപ്പോയിട്ട് ഫോണ് പേടിക്കുകയും ചെയ്യും. അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയുക, നമുക്കിതിപ്പോൾ വായിട്ടിട്ട് ചലച്ചാലേ പറ്റും. ആര് കേൾക്കാൻ. ഹോണറിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഹോണർ പുതിയ ഒരു ഫോൾഡബിൾ ഫോണ് ഇറക്കാൻ പോകുന്നുണ്ട്. V30
3 എന്നാണ് ആ ഒരു ഫോൾട്ടിൻ്റെ പേര്. എൻ്റെ കയ്യിൽ ഒരു പ്രാവശ്യം അറിയാണ്ട് നമ്മുടെ അബ്ബാസ് ഭായിൻ്റെ കയ്യിൽ നിന്ന് കാണാൻ പറ്റി. അതായത് ഇപ്പം നിലവിലുള്ള വേൾഡ് സ്ലിമ്മസ്റ്റ് ഫോൾഡബിൾ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 പ്രോസസ്സറാണ്. 3.3 GHz പ്രോസസ്സറൊക്കെ വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. പിന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. 1 ബില്യൺ കളേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സ്ക്രീൻ വരുന്നത് 7.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും 1800 പീക്ക് നിറ്റ്സ് ബ്രൈറ്റ്നെസ് ആണ് ഇറങ്ങുന്നത്. ഇനി കവർ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആണ് ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കവർ സ്ക്രീനാണ്. അതായത് കവർ സ്ക്രീൻ ഇത് 6.4 ഇഞ്ചിൻ്റെ കവർ സ്ക്രീനാണ് വരുന്നത്. അതായത് 1 ബില്യൺ കളേഴ്സ്, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 5000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് ആണ് കവർ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത ഒരൊറ്റൊരു കാര്യം, ഇതിൻ്റെ ബാക്ക് സ്ക്രീനിൽ 7.9 ഇഞ്ചിന് 120 Hz 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കവർ സ്ക്രീനോ 5000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതും ഒരു വല്ലാത്തൊരു ഡിസാസ്റ്ററായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അട്ടാർ സ്ലിമ്മാണ് എന്നാണ് പറയണത്. അട്ടാർ സ്ലിമ്മാണ്. പിന്നെ വേറെ ഒന്നും കൂടെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പേപ്പറോ അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സൺഗ്ലാസുകളൊന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനത് ഹോണറിൻ്റെ പ്രൊമോട്ടർ അവൻ എന്തോ അവൻ്റെ വായെന്ന് ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു V3ൻ്റെ ട്രെയിനിങ് ഉണ്ട്. അതിലവർ പറഞ്ഞൊരു പുതിയൊരു ഫീച്ചറാണ്, എനിക്ക് സ്പെക്സ് ഇടുന്ന ആൾക്കാർ ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കണ്ണിനനുസരിച്ചിട്ട് അത് അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബുക്കും കാര്യങ്ങളും വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടൊന്ന് സ്തംഭിച്ചു പോയി. ഇനി അത് എൻ്റെ കയ്യിലേക്ക് ഇൻ ഹാൻഡ് ഫീല് കിട്ടിയതിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം. അതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം V3ൻ്റെ ഷർഡിയിൽ വരട്ടെ, എന്നിട്ട് ഞാൻ അവിടെ ചെക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് IPX80ൻ്റെ വാട്ടർ പ്രൂഫ് വെച്ചിട്ടാണ് ഇത് ഇറക്കുന്നതാണ് പറഞ്ഞത്. അതായത് അപ് ടു 2 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിൽ പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കാര്യം ചെയ്യാം, നമുക്കതിൻ്റെ ഒരു ലൈവ് ഡെമോ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്തിരിക്കും. അതിൽ ഒരാൾ മറ്റേ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് അലക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ആ രംഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇടാം. പിന്നെ ഇത് ചാർജിങ് സ്പീഡൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ 66 വാട്ട്സിൻ്റെ വയർഡ് ചാർജറൊക്കെ വെച്ചിട്ടാണ് ഇറക്കുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗനാണ്, അതായത് 3.3 GHz പ്രോസസ്സിംഗ് സ്പീഡ്, UFS 4.0 സ്പീഡൊക്കെയാണ് വെച്ച് ഇറങ്ങുന്നത്. പിന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു V3 ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ ഒരു ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാം. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.